ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ആൻഡ് വെൽക്കം ബാക്ക് ടു തനൂസ് ഡയറീസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ DME നഴ്സിംഗ് ഇൻ്റർവ്യൂ ഏറ്റവും അടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 4-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാനില്ല നമ്മുടെ മുന്നിൽ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പീഡിയാട്രിക് സൈക്യാട്രിക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒട്ടും വെയിറ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, ഇപ്പോൾ ഒരു സൈക്യാട്രിക് നേഴ്സാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ സൈക്യാട്രിയിൽ വർക്ക് ചെയ്യുന്ന നേഴ്സാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്രോബബിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഡിഡ് യു ചൂസ് സൈക്യാട്രിക് നഴ്സിംഗ്? സൈക്യാട്രിക് നഴ്സിംഗ് ആണ് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്തെന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബബിൾ ആൻസർ എന്ന് പറഞ്ഞാൽ സൈക്യാട്രിക് നഴ്സിംഗ് അലോസ് മീ ടു സപ്പോർട്ട് പേഷ്യൻസ് ഇമോഷണലി ആൻഡ് മെൻ്റലി, helping them regain functioning and dignity. I find satisfaction in building trust and promoting mental well-being. So ഇതൊരു സാമ്പിൾ ആൻസറാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തി പോലെ പറയാം കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ കോമൺ സൈക്യാട്രിക് ഡിസോർഡേഴ്സ് യു ഹാവ് ഹാൻഡിൽഡ്? അതായത് കോമൺ ആയിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്ത സൈക്യാട്രിക് ഡിസോർഡേഴ്സിനെ പറ്റിയാണ് ചോദിക്കുന്നത് കേട്ടോ. സോ നമുക്ക് എന്താ പറയാം, കോമൺ ആയിട്ട് നമ്മുടെ മുന്നിൽ വരുന്നത് ഡിപ്രഷൻ കേസസ്, ബൈപോളാർ ഡിസോർഡേഴ്സ്, പിന്നെ എന്താണ് ദെൻ ആൻസൈറ്റി, സബ്സ്റ്റൻസ് അബ്യൂസ്, അക്യൂട്ട് സൈക്കോസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കോമൺ ആയിട്ട് നമ്മൾ സൈക്യാട്രിക് വാർഡുകളിൽ കണ്ടുവരുന്നത്. സോ അതിനൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ദെൻ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ വാട്ട് ഈസ് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ? തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. അത് ഏറ്റവും കൂടുതൽ യൂസ് ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ് ഈ സൈക്യാട്രിക് നഴ്സിംഗ് എന്ന് പറയുന്നത്. സോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയാൽ നമുക്ക് പണി കിട്ടുന്ന ഒരു ഏരിയയാണ് സൈക്യാട്രിക്. കാരണം പെട്ടെന്ന് ഇമോഷൻ ചേഞ്ച് ആവുന്ന പേഷ്യൻസ് ആണ് ഉള്ളത്. സോ അവർ വയലൻ്റ് ആവാം, ഉപദ്രവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നമ്മളെങ്ങനെ ഇൻ്റലിജൻ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അതുപോലെ ആയിരിക്കും പേഷ്യൻ്റെ പ്രതികരണം. സോ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ടും അതിനകത്ത് എന്ത് വരുന്നത്, നമ്മൾ പേഷ്യൻ്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എമ്പത്തിയോടെ ആക്റ്റീവ് ലിസൺ ചെയ്യുക, അവർക്ക് ട്രസ്റ്റ് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോബബിൾ ക്വസ്റ്റ്യൻ ആണ് ഹൗ ഡു യു ഹാൻഡിൽ വയലൻറ്റ് പേഷ്യൻസ്? ഓക്കെ, വയലൻറ്റ് പേഷ്യൻസ് ഉള്ള വാർഡാണ്. സോ നമ്മളതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതാണ്, നമ്മൾ എന്ത് ചെയ്യണം? ഐ റിമെയിൻ കാം, എൻഷുർ സേഫ്റ്റി, യൂസ് de-escalation techniques, മെയിൻറ്റെയിൻ ഡിസ്റ്റൻസ് ആൻഡ് സീക്ക് ടീം സപ്പോർട്ട് ഇഫ് റിക്വയർഡ്, വൈ ഫോളോവിങ് ഹോസ്പിറ്റൽ പ്രോട്ടോക്കോൾസ്. അതായത് ഹോസ്പിറ്റൽ പ്രോട്ടോക്കോൾസ് ഫോളോ ചെയ്തോടെ നമ്മൾ എന്ത് ചെയ്യാം, സൈലൻ്റായിട്ട് ബിഹേവ് ചെയ്യുക. നമ്മൾ അവരെ ട്രിഗർ ചെയ്യാൻ പാടില്ല, എങ്കിൽ പെട്ടെന്ന് അവർ വയലൻ്റായിട്ട് ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ ദേഷ്യം കുറയ്ക്കാനുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുക. പിന്നെ ടീം സപ്പോർട്ടായിട്ട് നമ്മുടെ സേഫ്റ്റിക്ക് അനുസരിച്ചിട്ട് വേണം നിൽക്കാൻ കേട്ടോ. Then another important area in psychiatric nursing is what is electroconvulsive therapy, ECT. നമ്മുടെ എക്സാംസിനൊക്കെ മെയിനായിട്ടും വരുന്നൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. സോ ECT എന്ന് പറയുമ്പോൾ ഒരു സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് ആണ്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് കറൻറ്റ് ഇൻഡ്യൂസ് സീഷേഴ്സ് അണ്ടർ അനസ്തീഷ്യ ടു ട്രീറ്റ് സിവിയർ ഡിപ്രഷൻ ആൻഡ് സർട്ടൻ സൈക്യാട്രിക് ഇൽനെസ്സസ്. നമ്മൾ ഒരു കറണ്ട് പാസ് ചെയ്തിട്ട് സീഷേഴ്സ് ഇൻഡ്യൂസ് ചെയ്ത് നമ്മുടെ ഡിപ്രഷൻ, സീഷർ സൈക്യാട്രിക് ഇൽനെസ്സസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ECT എന്ന് പറയുന്നത്, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി. ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പിയിൽ നമ്മൾ എത്ര ജൂളാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ എത്ര ടൈമിലാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ നമ്മൾ പ്രിപ്പറേഷൻ, അതായത് നമ്മൾ ഈ മറ്റേ സെക്രീഷൻസ് ഒക്കെ വരുള്ളൂ. സോ അതിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രഗ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേരും അതിൻ്റെ അളവൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് നഴ്സിംഗ് കെയർ ഈസ് റിക്വയർഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ECT? സോ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ബിഫോർ ECT ആണെങ്കിൽ എൻഷുർ NBO സ്റ്റാറ്റസ് ആൻഡ് കൺസെൻറ്റ് നമ്മൾ എടുക്കണം. ആഫ്റ്റർ ECT ആണെങ്കിൽ മോണിറ്റർ വൈറ്റൽ സയൻസ്, airway orientation and provide reassurance to the patient. The next question നമ്മൾ how do you assess a mentally ill patient? ഒരു മെൻ്റലി ഇല്ലായിട്ടുള്ള പേഷ്യൻ്റ് നമ്മൾ എങ്ങനെ അസസ് ചെയ്യണം? മെൻ്റൽ ഹെൽത്ത് അസസ്മെൻറ്റ് ഒരു അനദർ വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. So assessment includes mental status examination, behavioral observation, then mood changes, thought process, speech നമ്മൾ ശ്രദ്ധിക്കും, പെർസെപ്ഷൻ, ഇൻസൈറ്റ്, ജഡ്ജ്മെൻറ്റ്. അതായത് മെൻ്റൽ ഹെൽത്ത് എക്സാമിനേഷൻ ഇതെല്ലാം വരുന്നുണ്ട്. അതെങ്ങനെ നമ്മൾ അസസ് ചെയ്യുന്നുള്ള കുറേ മെത്തേഡുണ്ട്, അതെല്ലാം പഠിച്ചു വെച്ചേക്കുക. അത് സ്കോർ പഠിച്ചു വെച്ചേക്കുക. എന്താണ് മിനി മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എന്ന് പഠിച്ചു വെച്ചേക്കുക. അത് നമ്മൾ പെട്ടെന്ന് ഒരു പേഷ്യനെ കണ്ടാണ് പെട്ടെന്ന് ചെക്ക് ചെയ്യുന്നതാണ്, അധികം ടൈം എടുക്കത്തില്ല അതിന്. അപ്പോൾ അതിൻ്റെ ടൈം അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് ഉൾപ്പെടുത്തുന്നത് എന്നൊക്കെ പഠിച്ചു വയ്ക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡു യു മെയിൻറ്റെയിൻ പേഷ്യൻറ്റ് സേഫ്റ്റി ഇൻ സൈക്യാട്രിക് വാർഡ്? സൈക്യാട്രിക് വാർഡിൽ നിങ്ങളെങ്ങനെ പേഷ്യൻറ്റ് സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യുക,
ഭയങ്കരമായിട്ട് നമുക്ക് വേണ്ടത് കണ്ടിന്യൂസ് ഒബ്സർവേഷൻ വേണം പേഷ്യൻ്റ്. പക്ഷേ നമ്മൾ ഒരു നേരത്തെ അശ്രദ്ധ കൊണ്ട് ചിലപ്പോൾ പേഷ്യൻ്റ് ഔട്ടാവാം. ദെൻ റിമൂവിങ് ഹാംഫുൾ ഒബ്ജക്ട്സ് ഒന്നും അടുത്തുനിന്ന് വച്ചേക്കാൻ പാടില്ല. കാരണം പെട്ടെന്ന് വയലൻ്റ് ആവുന്ന പേഷ്യൻസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എടുത്ത് വെച്ച് ഉപദ്രവിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. സോ സൂയിസൈഡൽ റിസ്ക് ഒക്കെ മോണിറ്റർ ചെയ്യുക. റെസ്ട്രെയിൻ, ഇപ്പോൾ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്ട്രെയിൻ കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ജയിൽ പോലെയൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ട്, അപ്പോൾ അതിനകത്തൊക്കെ ആക്കാം. ദെൻ ആൻഡ് മെയിൻറ്റെയിനിങ് എ തെറാപ്യൂട്ടിക് എൻവയോൺമെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിപ്രഷനാണ്. ഡിപ്രഷൻ നൗഡേയ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒത്തിരി ആൾക്കാർ ഡിപ്രഷൻ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ വയസ്സായാലും യുവതികൾ യുവാക്കളായാലും അഡൾട്ട്സ് സൈഡിൽ പിള്ളേരുടെ സൈഡ് എല്ലാം ഡിപ്രഷൻ അങ്ങനെ ഒരു പകർച്ചവ്യാധി പോലെ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സൂയിസൈഡ് അറ്റംപ്റ്റ്സ് നടക്കുന്നുണ്ട്. സോ ചിലപ്പോൾ നമുക്ക് സൈലൻറ്റ് ഡിപ്രഷൻ ഒന്നും അറിയാനേ പറ്റത്തില്ല. സോ ഒരു ഡിപ്രഷൻ ഇപ്പോൾ നൗഡേയ്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോഷ്യൽ ഇഷ്യൂ ആണത്. സോ അത് നമ്മൾ പഠിച്ചു വയ്ക്കുക. എങ്ങനെ നിങ്ങൾ ഡിപ്രഷൻ പേഷ്യനെ മാനേജ് ചെയ്യും, എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും, അതെങ്ങനെ നമുക്ക് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാം, സൂയിസൈഡൽ ടെൻഡൻസീസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റാം, ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അത് ഒന്ന് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ റോൾ ഓഫ് ഫാമിലി ഇൻ സൈക്യാട്രിക് കെയർ. സൈക്യാട്രിക് കെയറിൽ മെഡിക്കൽ ടീം പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാമിലി സപ്പോർട്ടാണ്. ഫാമിലി പേഷ്യനെ സപ്പോർട്ട് ചെയ്ത് നിന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഔട്ട്കം കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. സോ ഫാമിലി കെയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതിൻ്റെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അത് പഠിച്ചു വയ്ക്കാം കേട്ടോ. മെയിൻലി ഇൻ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ, കറക്റ്റ് ടൈമിൽ മെഡിക്കേഷൻസ് കൊടുക്കുക. അവരൊന്നും എടുക്കത്തില്ല, പക്ഷേ എങ്ങനെയെങ്കിലും നമ്മൾ കൊടുക്കുക. അതൊക്കെ നമുക്ക് ഫാമിലിയുടെ അസിസ്റ്റൻസ് വേണം. റീഹാബിലിറ്റേഷൻ ടെക്നിക്സിൽ നമ്മളോട് കൂടെ നിൽക്കുക. പിന്നെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുക. പേഷ്യൻറ്റിന് മെൻ്റലി ഇമോഷണലി സപ്പോർട്ട് കൊടുക്കുക. സോ ഇതൊക്കെ ഫാമിലി സൈഡിൽ നിന്ന് നമുക്ക് വേണമെന്നുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു യു ഹാൻഡിൽ എ പേഷ്യൻ വിത്ത് റെഫ്യൂസിങ് മെഡിക്കേഷൻ. അപ്പോൾ അതൊരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. സൈക്യാട്രിക് വാർഡിൽ ആരും സ്വയമേ മെഡിസിൻ കഴിക്കത്തില്ല, എല്ലാവരും കഴിക്കാൻ മടിയായിരിക്കും. സോ അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതാണ്. എക്സ്പ്ലെയിൻ ദ ബെനിഫിറ്റ്സ് കാംലി, അഡ്രസ് കൺസേൺ, യൂസ് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ, ദെൻ ഇൻഫോം ദ ഡോക്ടർ ഇഫ് റിഫ്യൂസൽ കണ്ടിന്യൂസ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ നന്നായിട്ടൊക്കെ സംസാരിച്ച് നോക്കാം. പേഷ്യൻറ്റ് കഴിക്കുവാണെങ്കിൽ കഴിക്കും. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, IV ആൻറ്റിബയോട്ടിക്സിലോട്ടോ IV ആൻറ്റിസൈക്യാട്രിക്സിലോട്ടൊക്കെ പോകേണ്ടി വരും. സോ അത് നമ്മൾ ഡോക്ടറെ ഇൻഫോം ചെയ്യുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ സൈക്യാട്രിക് നഴ്സിംഗ് എത്തിക്സ്. സൈക്യാട്രിക് നഴ്സിംഗ് എത്തിക്സ് എന്തൊക്കെയാണ്? മെയിൻറ്റെയിനിങ് കോൺഫിഡൻഷ്യാലിറ്റി, റെസ്പെക്റ്റിംഗ് പേഷ്യൻ്റ് ഡിഗ്നിറ്റി, ഇൻഫോംഡ് കൺസെൻറ്റ്, നോൺ ജഡ്ജ്മെൻ്റൽ കെയർ ആൻഡ് റെസ്പെക്റ്റിംഗ് പേഷ്യൻ്റ് റൈറ്റ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൈക്യാട്രിക് നഴ്സിംഗ് എത്തിക്സ് ആണ്. എന്തൊക്കെയാണ്? മെയിൻറ്റെയിനിങ് കോൺഫിഡൻഷ്യാലിറ്റി, വിശ്വസ്തത വേണം നമുക്ക്. റെസ്പെക്റ്റിംഗ് പേഷ്യൻ്റ് ഡിഗ്നിറ്റി, ഇൻഫോംഡ് കൺസെൻറ്റ്, നോൺ ജഡ്ജ്മെൻറ്റ് കെയർ ആൻഡ് റെസ്പെക്റ്റിംഗ് പേഷ്യൻ്റ് റൈറ്റ്സ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡു യു ഡീൽ വിത്ത് സ്റ്റിഗ്മ റിലേറ്റഡ് ടു മെൻ്റൽ ഇൽനെസ്. By educating patients and families, showing empathy, promoting awareness and treating patients with respect and equality. Okay, ഒരു സാമ്പിൾ ആൻസറാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ചിലപ്പോൾ ചോദിക്കാതിരിക്കാം. സോ ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. സോ ഇത്രയാണ് പ്രോബബിളായിട്ടുള്ള സൈക്യാട്രിക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ സൈക്യാട്രിക് നഴ്സിങ്ങിനകത്ത് നിന്ന് ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സോ ഇതൊന്ന് നോക്കി വയ്ക്കുക. ഇഫ് യു വർക്കിംഗ് ഇൻ സൈക്യാട്രിക് ഏരിയ, ആ ഒരു ഫീൽഡൊക്കെ ആണെങ്കിൽ, ഇൻ കേസ് ആ ഒരു ഫീൽഡിലെ ഡോക്ടറാണ് ഇരിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വരാം. സോ നമുക്കൊന്നും റീകോഗ്നീഷൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ ആരാണ് ഇരിക്കുന്നതെന്നൊന്നും. എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോവാട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പീഡിയാട്രിക് നഴ്സിങ്ങിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പീഡിയാട്രിക് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ അതൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് ചോദിക്കാൻ എന്തുകൊണ്ട് പീഡിയാട്രിക് നഴ്സിംഗ് സെലക്ട് ചെയ്തു. അഡൾട്ട് നഴ്സിങ്ങും പീഡിയാട്രിക് നഴ്സിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അഡൾട്ടിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡിഫറെൻ്റ്. പീഡിയാട്രിക് ഓക്കെ, ഇപ്പോൾ രണ്ടും എമർജൻസിയാണ്, പക്ഷേ കുറച്ചുകൂടെ എമർജൻസി കെയർ കൊടുക്കേണ്ട ഒരു ഏരിയയാണ് പീഡിയാട്രിക് നഴ്സിംഗ് എന്ന് പറയുന്നത് കേട്ടോ. കൊച്ചു പിള്ളേരുടെ കാര്യമാകുമ്പോഴത്തേക്ക് നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കെയർ കൊടുക്കേണ്ടതുണ്ട്. സോ അഡൾട്ട് നഴ്സിംഗ് പീഡിയാട്രിക് നഴ്സിംഗ് ഡിഫറൻസ് പഠിച്ചു വയ്ക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ ചോദിക്കാം ഹൗ ഈസ് അസസ്മെൻറ്റ് ഓഫ് ചൈൽഡ് ഡിഫറെൻറ്റ് ഫ്രം ആൻ അഡൾട്ട്. ഒരു അഡൾട്ടിൽ നിന്ന് ചൈൽഡ് അസസ്മെൻറ്റ് എങ്ങനെ ഡിഫറെൻറ്റ് ചെയ്യുന്നു? ചിൽഡ്രൻ കനോട്ട് ഓൾവേസ് എക്സ്പ്രസ് സിംറ്റംസ് ക്ലിയർലി. ഇപ്പോൾ അഡൾട്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് പറയാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ചൈൽഡിന് പറയാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ആ സയൻസ് നോക്കി വേണം കണ്ടുപിടിക്കാൻ. സയൻസ് ഓഫ് സിംറ്റംസ് നോക്കി വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. സോ അസസ്മെൻറ്റ് ഇൻക്ലൂഡ്സ് ഒബ്സർവേഷൻ, പേഷ്യൻ്റ് ഹിസ്റ്ററി, ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് ആൻഡ് ഏജ് അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിക്കേഷൻ
ഇൻഫെക്ഷൻ. അപ്പോൾ ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചൈൽഡ് അസസ്മെൻറ്റ് നടത്തുന്നത്. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. നെക്സ്റ്റ് ഒരു പ്രോബബിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് പീഡിയാട്രിക് നഴ്സിംഗ്. നമ്മൾ പീഡിയാട്രിക് നഴ്സിംഗ് പഠിക്കുമ്പോൾ ആദ്യമേ പഠിക്കുന്ന ഒരു 10-12 പ്രിൻസിപ്പിൾസ് ഉണ്ട്. സോ അതൊന്ന് നോക്കി വെക്കുക കേട്ടോ. മെയിനായിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, പീഡിയാട്രിക് നഴ്സിംഗ് ഫോക്കസസ് ഓൺ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഫാമിലി സെൻറ്റേർഡ് കെയർ, ദെൻ എ ട്രോമാറ്റിക് കെയർ ആൻഡ് സേഫ്റ്റി വൈൽ. ട്രോമാറ്റിക് എന്ന് വെച്ചാൽ ട്രോമ ചെയ്യാതെ ചൈൽഡിനെ മാനേജ് ചെയ്യുക, കാരണം കുട്ടികൾക്ക് അത് സഹിക്കാൻ പറ്റില്ലല്ലോ. സേഫ്റ്റി വൈൽ പ്രൊവൈഡിങ് ഏജ് അപ്രോപ്രിയേറ്റ് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട്, സേഫ്റ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കോമൺ കോസസ് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ ഇൻ ചിൽഡ്രൻ. സോ പീഡിയാട്രിക് ഏരിയ ക്വസ്റ്റ്യൻ വരാം, കാരണം SAT DME ഒരു പാർട്ടാണ്. സോ അവിടെയൊക്കെ പോസ്റ്റിംഗ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഏരിയയൊക്കെ കവർ ചെയ്തിരിക്കണം. സോ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഒരു 99% കൂടുതലാണ് കേട്ടോ. സോ അപ്പോൾ നമ്മൾ എന്താണ്, വാട്ട് ആർ കോമൺ കോസസ് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ ചിൽഡ്രൻ എന്തൊക്കെയാണ്? കോമൺ കോസസ് എന്താണ്? റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണ് കൂടുതലും, ഡയേറിയ, ഡീഹൈഡ്രേഷൻ, ഫീവർ, ന്യൂമോണിയ, ആസ്മ, കൺജനൈറ്റൽ ഡിസോർഡേഴ്സ്, പിന്നെ എന്തെങ്കിലും തിങ്സൊക്കെ ആസ്പിറേറ്റ് ചെയ്യുന്നു. സോ അങ്ങനെയൊക്കെയാണ് കൂടുതലും കുട്ടികൾ ഹോസ്പിറ്റലൈസ് ആവുക. ദെൻ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഹൗ ഡു യു കാൽക്കുലേറ്റ് പീഡിയാട്രിക് ഡ്രഗ് ഡോസേജ്. പീഡിയാട്രിക് ഡ്രഗ് ഡോസേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ അഡൾട്ടിൽ നിന്ന് വ്യത്യാസമുണ്ട്, ഡ്രോപ്പ് കാൽക്കുലേഷൻ ആയാലും ഡോസേജ് കാൽക്കുലേഷൻ ആയാലും. സോ അത് പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് സ്റ്റെപ്സ് ഡു യു ടേക്ക് ടു പ്രിവെൻറ്റ് മെഡിക്കേഷൻ എറേഴ്സ് ഇൻ ചിൽഡ്രൻ. ചിൽഡ്രനിൽ മെഡിക്കേഷൻ എറർ വരാതെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നാണ്. സോ ഐ ഫോളോ ദ 6 റൈറ്റ്സ് ഓഫ് മെഡിക്കേഷൻ. സോ റൈറ്റ്സ് ഓഫ് മെഡിക്കേഷൻ പഠിക്കാം, ഡബിൾ ചെക്ക് കാൽക്കുലേഷൻ, യൂസ് പീഡിയാട്രിക് ഡോസേജസ് ചാർട്ട്സ് ആൻഡ് വെരിഫൈ പേഷ്യൻ്റ് ഐഡൻറ്റിറ്റി കെയർഫുള്ളി. ഓക്കെ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൗ ഡു യു മാനേജ് എ ചൈൽഡ് വിത്ത് ഫീവർ. ഫീവറായിട്ട് വരുന്നൊരു കൊച്ചിനെ എങ്ങനെ മാനേജ് ചെയ്യും? നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ടെമ്പറേച്ചർ ചെയ്യുക, മോട്ടർ വൈറ്റൽ സൈൻസ് ചെയ്യുക, പിന്നെ എൻകറേജ് ഫ്ലൂയിഡ്സ്, അഡ്മിനിസ്റ്റർ ആൻറ്റിബയോട്ടിക്സ് ആസ് പ്രിസ്ക്രൈബ്ഡ്, പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ സീഷ്യസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് പിള്ളേർക്ക്. സോ അതൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയയാണ് ഡീഹൈഡ്രേഷൻ. പിള്ളേർക്ക് ഡീഹൈഡ്രേഷൻ പെട്ടെന്ന് വരാം. സോ ഹൗ ഡു യു മാനേജ് ഡീഹൈഡ്രേഷൻ ഇൻ ചിൽഡ്രൻ. അപ്പോൾ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഫ്ലൂയിഡാണ്. നമ്മൾ എന്താണ് പിള്ളേർക്ക് മെയിനായിട്ട് കൊടുക്കുന്നത്, ORS മാനേജ്മെൻറ്റ്, പിന്നെ ഭയങ്കര സിവിയർ ഡീഹൈഡ്രേഷൻ ആണെങ്കിൽ IV ഫ്ലൂയിഡ്സ്, എന്നിട്ട് ഇൻടേക്ക് ഔട്ട്പുട്ടൊക്കെ മോണിറ്റർ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡു യു പ്രൊവൈഡ് എ ട്രോമാറ്റിക് കെയർ ടു എ ചൈൽഡ്. അതായത് കൊച്ചിനെ വേദനിപ്പിക്കാൻ നമുക്ക് എങ്ങനെ കെയർ കൊടുക്കാമെന്നാണ്. സോ അതിന് നമ്മൾ എന്ത് ചെയ്യുക, പെയിൻ നമ്മൾ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരൻ്റൽ പ്രസൻസ് കൊടുക്കുക, എക്സ്പ്ലെയിനിങ് പ്രൊസീജിയർ ആൻഡ് സിമ്പിൾ ലാംഗ്വേജ്, പിള്ളേരുടെ രീതിയിൽ നമ്മൾ പിള്ളേരോടൊപ്പം നിൽക്കുക. പിന്നെ എന്ത് ചെയ്യുക, യൂസിങ് കംഫർട്ട് മെഷേഴ്സ്, അവരെപ്പോഴും കംഫർട്ട് സോണിൽ ഇരുത്തുക, പേടിപ്പിക്കുകയൊന്നും ചെയ്യരുത്. എന്തെങ്കിലും ടോയ്സ് ഒക്കെ കൊടുത്ത് ഡിസ്ട്രാക്റ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ പെയിൻഫുൾ ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ അതൊക്കെ ചെയ്യുക കേട്ടോ. കൂടുതലും ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു രീതിയിൽ വേണം പിള്ളേരെ ഹാൻഡിൽ ചെയ്യാൻ കേട്ടോ. അവർക്ക് ഒത്തിരി മെൻ്റൽ ട്രോമയൊന്നും കൊടുക്കരുത്. ഇറ്റ്സ് ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ. വാട്ട് ഈസ് യുവർ റോൾ ഇൻ ഇമ്മ്യൂണൈസേഷൻ. ഇമ്മ്യൂണൈസേഷൻ നമ്മുടെ റോൾ എന്തുവാണെന്നാണ്. ഫസ്റ്റ് നമ്മളുടെ റോൾ എന്താണ്? മൈ റോൾ ഇൻക്ലൂഡ്സ് മെയിൻറ്റെയിനിങ് കോൾഡ് ചെയിൻ, അഡ്മിനിസ്ട്രിങ് വാക്സിൻ സേഫ്ലി, മോണിറ്ററിങ് അഡ്വേഴ്സ് റിയാക്ഷൻസ് ആൻഡ് എഡ്യൂക്കേറ്റിംഗ് പാരൻസ് അബൌട്ട് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു യു ഹാൻഡിൽ എ ഫ്രൈറ്റൺ ഓർ അൺകോപ്പറേറ്റീവ് ചൈൽഡ്. അപ്പോൾ പിള്ളേരാകുമ്പോൾ എപ്പോഴും ഭയങ്കര അൺകോപ്പറേറ്റീവ് ആയിരിക്കും. സോ അങ്ങനെയുള്ളൊരു ചൈൽഡിനെ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം കാം കമ്മ്യൂണിക്കേഷൻ, പേടിപ്പിക്കരുത്, ഭയങ്കര സോഫ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പാരൻസിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, പ്രൊവൈഡ് റീഅഷുറൻസ്, ടോയ്സ് എന്തെങ്കിലും കൊടുത്തിട്ട് ഒരു പ്ലേ തെറാപ്പിയൊക്കെ കൊടുക്കുക, ഡിസ്ട്രാക്ഷൻ ടെക്നിക്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. വാട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് ഡു യു ഫോളോ ഇൻ പീഡിയാട്രിക് വാർഡ്സ്. മെയിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇൻഫെക്ഷൻ കൺട്രോൾ മെയിനായിട്ട് വരുന്നത് ഹാൻഡ് ഹൈജീൻ, ഐസൊലേഷൻ പ്രിക്കോഷൻ, പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ, സ്റ്റെറിലൈസേഷൻ ഓഫ് എക്യുപ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേറ്റിംഗ് കെയർ ഗീവേഴ്സ് ആർ എസെൻഷ്യൽ. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഈസ് ഗ്രോത്ത് മോണിറ്ററിങ്, വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഗ്രോത്ത് മോണിറ്ററിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൊച്ചിൻ്റെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് അസസ് ചെയ്യണം, വെയിറ്റ്, ഹൈറ്റ് ആൻഡ് ഹെഡ് സർക്കംഫറൻസ്. ഇത് നമ്മുടെ കുട്ടികളുടെ മാൽന്യൂട്രീഷനും ഡെവലപ്മെൻറ്റ് ഡിലേ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൗ ഡു യു മാനേജ് എ ചൈൽഡ് വിത്ത് ഡയേറിയ. ഡയേറിയ അനദർ ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. ഓക്കെ, നമ്മളെന്താ ഡയറിയ ഉള്ളപ്പോൾ ഫ്ലൂയിഡ് ലോസ് ആണ്. സോ നമ്മൾ ORS കൊടുക്കുന്നു, ഡീഹൈഡ്രേഷൻ സയൻസ് നോക്കുന്നു, ഇഫ് സിവിയർ ആണെങ്കിൽ IV ഫ്ലൂയിഡ്സ് ഇടുന്നു, അഡ്മിനിസ്ട്രേഷൻ മെഡിക്കേഷൻ ആസ് പ്രിസ്ക്രൈബ്ഡ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കോമൺ പീഡിയാട്രിക് എമർജൻസീസ് യു ഹാവ് ഹാൻഡിൽഡ്. സോ ഫീവർ വിത്ത് സ്വീഷ്യസ്, റെസ്പിറേറ്ററി ഡിസ്ട്രസ്, ഡീഹൈഡ്രേഷൻ, ആസ്മ അറ്റാക്സ്, ആക്സിഡൻ്റൽ പോയിസണിങ്, ഇതൊക്കെയാണ് പീഡിയാട്രിക് എമർജൻസീസ് വരുന്നത്. സോ അത് നമുക്ക് ഷെയർ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡു യു എഡ്യൂക്കേറ്റ് പാരൻസ് ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ. അപ്പോൾ പാരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞാകുമ്പോഴത്തേക്ക് പാരൻസ് ഭയങ്കര ഡിസ്ട്രസ്ഡ് ആയിരിക്കും, അവർ ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും. സോ അവർക്ക് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക കുഞ്ഞിൻ്റെ കണ്ടീഷൻ, പിന്നെ അവരോട് എങ്ങനെ മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യണം, അവരും കൂടി ഈ ഹെൽത്ത് കെയറിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക.
പിന്നെ എന്താ സിമ്പിൾ ലാംഗ്വേജിൽ അവരോട് എന്താ ദേഷ്യപ്പെടാതെ, കുഞ്ഞുങ്ങളാകുമ്പോൾ വളരെ ടെൻസ്ഡ് ആയിരിക്കും. സോ അവരുടെ അടുത്ത് വയലൻ്റ് ആവാതെ നമ്മൾ തെറാപ്പറ്റിക് കമ്മ്യൂണിക്കേഷൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ഡ്യൂറിങ് പീഡിയാട്രിക് IV തെറാപ്പി? സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ഫ്ലൂയിഡ് കാൽക്കുലേഷൻ ആയിരിക്കണം. IV സൈറ്റൊക്കെ എന്താ പെയിനൊന്നും ഇല്ലയെന്നൊക്കെ ഉറപ്പ് വരുത്തുക. മോണിറ്റർ ഫോർ ഇൻഫിൽട്രേഷൻ ആൻഡ് ഡോക്യുമെൻറ്റ് ഇൻടേക്ക് ഔട്ട്പുട്ട് ആക്യുറേറ്റ്ലി. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ എന്ന് പറയുന്നത് ഹൗ ഡു യു ഹാൻഡിൽ എത്തിക്കൽ ഇഷ്യൂസ് ഇൻ പീഡിയാട്രിക് നഴ്സിംഗ്? പീഡിയാട്രിക് നഴ്സിൽ ഒരുപാട് ഇഷ്യൂസ് വരാൻ കാരണം ഒരു മക്കൾ ബന്ധം വരുമ്പോഴത്തേക്ക് അതിനകത്ത് കുറേ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇപ്പം മക്കളെ വേദനിപ്പിക്കുന്നത് ഓരോ അമ്മമാർക്കും അച്ഛന്മാർക്കും ഇഷ്ടപ്പെടില്ല, അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കും. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതാണ്. ബൈ റെസ്പെക്റ്റിംഗ് ചൈൽഡ് റൈറ്റ്സ്, മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി, ഒബ്റ്റെയിൻ പാരൻ്റൽ കൺസെൻറ്റ്. എന്ത് ചെയ്താലും പാരൻറ്റിൻ്റെ കൺസെൻറ്റോട് കൂടി ചെയ്താൽ ആക്ടിങ് ഇൻ ദ ചൈൽഡ്സ് ബെസ്റ്റ് ഇൻട്രസ്റ്റ്. ഓക്കെ, ചൈൽഡിൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റിനനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് പീഡിയാട്രിക് ആൻഡ് സൈക്കാട്രിക് നഴ്സിംഗിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാം ഈ പറഞ്ഞ ഏരിയയൊക്കെ നന്നായിട്ടൊന്ന് നോക്കിയിട്ട് പോവുക. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് പീഡിയാട്രിക്കും സൈക്കാട്രിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ ബൈ, സീ യു അഗൈൻ.